വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിനെ പറ്റി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഉള്ള എല്ലാ ഡീറ്റെയിൽസും പിന്നെ ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിനെ പറ്റി എല്ലാ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ പറഞ്ഞുതരാൻ പോവുകയാണ് ഈ വീഡിയോയിലൂടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡേൺ പീരിയോഡിക് ടേബിൾ സജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കറക്റ്റായി ചെയ്ത് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ കാര്യം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതിനു മുമ്പേ ഒരു 3 സയൻറ്റിസ്റ്റുമാരെ പേരും അവരുടെ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിന്ന് മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് മോസ്ലി എന്ന് എല്ലാവർക്കും അറിയാം. മോസ്റ്റ് ഓഫ് ദി ഡിഫെക്ട്സ് ഇൻ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ ഡിസപ്പിയർ. ഗൈസ്, ഇതിനു മുമ്പേ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് മെൻ്റലീഫ്. അപ്പോൾ മെൻ്റലീഫ് പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചപ്പോൾ അതിൽ കുറേ തെറ്റുകളുണ്ടായിരുന്നു. ആ തെറ്റുകളെല്ലാം തിരുത്തിയാണ് മോസ്ലി പീരിയോഡിക് ടേബിൾ ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. 7 ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരീഡ് ആൻഡ് 18 വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്. അത് ഞാൻ പീരിയോഡ് ടേബിളിലോട്ട് വരുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അടുത്ത് വരുന്നത് മോഡേൺ പീരിയോഡ് ടേബിൾ ലോ. ഈ ലോ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്. ഓക്കെ, the physical and chemical properties of elements are periodic functions of their atomic number. Hence, elements if arranged in increasing order of atomic number showed similarity property after irregular interval. ഈ ലോ പറയുന്നതെന്ന് വെച്ചാൽ ഈ പീരിയോഡ് ടേബിളിലുള്ള ഓരോ എലമെൻറ്റും ഓരോ ഇൻ്റർവെല്ലിൽ പല വേറെ എലമെൻറ്റ്സ് ആയിട്ട് ഫിസിക്കൽ കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും വേറെ എലമെൻറ്റ്സ് ആയിട്ട്. അതിന് കാരണം അവരുടെ അറ്റോമിക് നമ്പർ ആണെന്നാണ് ഈ ലോ പറയുന്നത്. ഓക്കെ, അതാണ് മോസ്ലിയുടെ മോഡേൺ പീരിയോഡിക് ലോ. ദിസ് ഈസ് ടേംഡ് ആസ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. ഈ ലോയിനെ നമുക്ക് ഈ പേരിൽ പറയാം. ഓക്കെ, അടുത്ത് വരുന്ന റീസൺസ് ഫോർ പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടി. അത് കുറച്ച് പോയിന്റ്സ് ആണ്, അത് നമുക്ക് പഠിക്കാനില്ല. അടുത്ത് നമുക്ക് പീരിയോഡിക് പ്രോപ്പർട്ടീസ് നോക്കാം. പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ എലമെൻറ്റ്സിൻ്റെ അകത്തും കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആറ്റമായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രോപ്പർട്ടീസ്. അതാണ് ഈ 3 പ്രോപ്പർട്ടി. അറ്റോമിക് റേഡിയസ്, അയോണൈസേഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോൺ അഫിനിറ്റി. ഈ 3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മോഡേൺ പീരിയോഡ് ടേബിൾ പഠിക്കാൻ വേണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക്. ഇനി നമുക്ക് മോഡേൺ പീരിയോഡ് ടേബിളിലേക്ക് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിൾ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ പേജിൽ കൊടുത്തിരുന്ന ഒരു ഇൻഫർമേഷനാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. 7 ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരീഡ്. പീരീഡ് ഇവിടെ തന്നിട്ടുണ്ട്. പീരീഡ് 1, പീരീഡ് 2, പീരീഡ് 3, പീരീഡ് 4, പീരീഡ് 5, പീരീഡ് 6, പീരീഡ് 7. പീരീഡ്, അപ്പോൾ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 7 പീരീഡ് ഉണ്ട്. അതാണ് അവർ പറഞ്ഞിരിക്കുന്നത് 7 ഹൊറിസോണ്ടൽ റോ. അപ്പോൾ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇങ്ങനെയാണ്. ഹൈഡ്രജൻ ഇവിടെ വേറെ ഹൈഡ്രജൻ തന്നെയുണ്ട്. അത് ഈ ഒരു പീരീഡിൽ വേണ്ടിയിട്ടാണ്, ഈ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഹീലിയം, ഹൈഡ്രജനും ഹീലിയമാണ് ഫസ്റ്റ് പീരീഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഹൈഡ്രജൻ, ഹീലിയം. ഇവിടെ 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട് ഹീലിയത്തിന്, ഹൈഡ്രജൻ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. സെക്കൻഡ് ഗ്രൂപ്പിൽ ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ. അപ്പോൾ സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകും. തേർഡ് പീരീഡ് കൂടെ നോക്കാം. സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ, ആർഗൺ. അപ്പോൾ എല്ലാ പീരീഡും ഒരു മെറ്റലിൽ നിന്ന് തുടങ്ങി ഒരു നോബിൾ ഗ്യാസിൽ എൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് പീരീഡ്. അങ്ങനെ 7 പീരീഡ് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ 3 പീരീഡ് വരെ പഠിക്കാനുള്ളൂ എനിക്ക് 9th. അപ്പോൾ ഞാൻ ഇത്രയും നിങ്ങൾ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പഠിച്ചിട്ടില്ല, ഇതുവരെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് ഓരോ ഗ്രൂപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനെ 18 വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ് എന്ന് നമുക്ക് പറയാം ഗ്രൂപ്പ്സിന്. അപ്പോൾ ഇതേപോലെ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. 18 ഗ്രൂപ്പ്സ്. അപ്പോൾ 18 വെർട്ടിക്കൽ കോളം, ഇതുപോലത്തെ കോളംസ് ഇവിടെ ഉണ്ട്. അതാണ് ഗ്രൂപ്പ്സ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ നമുക്ക് ഹൈഡ്രജൻ, ലിത്തിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം, കാൽസ്യം, ഫ്രാൻഷ്യം, ഇത്രയും എലമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. സെക്കൻഡ് ഗ്രൂപ്പിൽ ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോട്ടിയം, ബാരിയം, റേഡിയം, അങ്ങനെ
നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് കാണാൻ പറ്റും. അങ്ങനത്തെ എല്ലാം ഇതേപോലെ ഓരോരോ ഗ്രൂപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് തേർഡ് ഗ്രൂപ്പ്, ഫോർത്ത് ഗ്രൂപ്പ്, ഫിഫ്ത്ത് ഗ്രൂപ്പ്, അങ്ങനെ 18 ഗ്രൂപ്പ്സാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഓരോ ഗ്രൂപ്പിനും ഓരോ പേരുണ്ട്. അപ്പോൾ ഞാനത് എന്താണെന്ന് നിങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിന് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ ആൽക്കലി മെറ്റൽസ് എന്നാണ് പറയുക. സെക്കൻഡ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ 3 to 12 ഗ്രൂപ്പ് 3 to 12നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് ഗ്രൂപ്പിൽ വേറൊരു ഇൻഫർമേഷൻ നിങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ വേറൊരു പേജിൽ പറയാം. ഓക്കെ, അപ്പോൾ 3 to 12നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. അടുത്ത് 12 വരെ ഇവിടെയാണ് ഗ്രൂപ്പ്. അടുത്ത് 13 വരുന്ന മുകളിലാണ്. 13 to 16 നമ്മൾ പോസ്റ്റ് ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. 13 to 16, അതായത് ഈ ഗ്രൂപ്പ് തൊട്ട് ഈ ഗ്രൂപ്പ്, അപ്പോൾ ഈ ഗ്രൂപ്പ് തൊട്ട് ഇതുവരെ. അടുത്ത് നമ്മൾ ഗ്രൂപ്പ് 17നെ ഹാലജൻസ് എന്ന് പറയും. അതായത് ഈ ഹൈഡ്രജൻ, ഫ്ലൂറിൻ, യെല്ലോ കളർ കൊടുത്തേക്കുന്നതാണ് ഹാലജൻസ്. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് നോബിൾ ഗ്യാസ്. അപ്പോൾ ഗ്രൂപ്പ് 18 വരുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നോബിൾ ഗ്യാസ് എന്ന് പറയാം. അങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും ഞാൻ നിങ്ങളുടെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഓരോ ഗ്രൂപ്പ്സിൻ്റെയും പേര്. പിന്നെ നമുക്ക് താഴെ നമുക്ക് 2 സെക്ഷൻ തന്നിട്ടുണ്ട്. ഒന്ന് ലാൻഡ്സൈഡ് സീരീസ്. ഗൈസ്, ഇതിനെ റെയർ എർത്ത് എലമെൻറ്റ്സ് എന്നും പറയും. ഗൈസ്, ഇത് എർത്തിൽ വളരെ കുറവായി, വളരെ റെയറായി കാണുന്ന കുറച്ച് എലമെൻറ്റ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ കുറേ ഉണ്ട്. സെറിയം, പ്രസോഡിമിയം, നിയോഡിമിയം, പ്രൊമെത്തിയം, അങ്ങനെ കുറേ ഇവിടെ തന്നിട്ടുണ്ട്. 58 തൊട്ട് 71 വരെയാണ് തന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് ആൻറ്റിനൈഡ് സീരീസ്. ഗൈസ്, ഇത് റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ്. റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സിൽ നമുക്ക് കുറേ തന്നിട്ടുണ്ട്. ഓക്കെ, അത് വേറൊരു സെക്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത് മോഡേൺ പീരിയോഡ് ടേബിളിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് മോഡേൺ പീരിയോഡ് ടേബിളിനെ പറ്റിയുള്ള ചെറിയ ഇൻഫർമേഷൻ. ഇനി നമുക്ക് എക്സർസൈസ് നോക്കാം. ഗൈസ്, പിന്നെ ഞാൻ പറയാൻ പറ്റൊരു ചെറിയ കാര്യം, ഗ്രൂപ്പ് 6ഉം 7നെയും നമ്മൾ ഒരു പേര് പറയും. അത് നമ്മൾ എക്സർസൈസ് സെക്ഷനിലുണ്ട്. ഓക്കെ, നമുക്ക് എക്സർസൈസ് സെക്ഷൻ എടുക്കാം. അതിനെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. ഗ്രൂപ്പ് 6 and 7 അത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സർസൈസ് നോക്കാം. ഇതപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി നോബിൾ ഗ്യാസ് ഹാവിങ് ഡ്യൂപ്ലറ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ. ഡ്യൂപ്ലറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ ലാസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ വന്നാൽ അതിനെയാണ് ഡ്യൂപ്ലറ്റ് അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പീരീഡിലുള്ളതാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഹീലിയമാണ് എഴുതേണ്ടത്. കണ്ടോ, അപ്പോൾ ഹൈഡ്രജൻ ഒന്നേ ഉള്ളൂ, ഹീലിയത്തിന് 2 ഉണ്ട്. അപ്പോൾ പീരീഡ് 1ൽ രണ്ട് ഇലക്ട്രോൺ ലാസ്റ്റ് വരുന്നത് നമ്മുടെ ഹീലിയത്തിനാണ്. അപ്പോൾ അതിന് ആൻസർ ഹീലിയം ആണ്. അടുത്തത്, ദി നോബിൾ ഗ്യാസ് ഹാവിങ് ആൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 288. ഇത് നമ്മൾ കോൺഫിഗറേഷൻ നോക്കി എളുപ്പമായിട്ട് എഴുതാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ 288 എന്ന് പറയുമ്പോൾ ആദ്യം എത്രാമത്തതാണ് നോക്കുക, എന്നിട്ട് നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ആർഗണാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ മെറ്റലോയിഡ് ഇൻ പീരീഡ് 2 ആൻഡ് ഇൻ പീരീഡ് 3. ഇതിൽ നമുക്ക് ഒരു ചെറിയ കാര്യം പീരീഡ് ടേബിൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ നോൺ മെറ്റൽസിനെ പറ്റിയാണ്, മെറ്റലോയിഡ്സിനെ പറ്റിയാണ്. ഗൈസ്, അപ്പോൾ മെറ്റലോയിഡ്സ് എന്ന് പറയുമ്പോൾ പീരീഡ് 3ലുള്ള മെറ്റലോയിഡ്സ്. ഗൈസ്, ഇത് തൊട്ട് ഇത്രയും നമുക്ക് മെറ്റലോയിഡ്സിൻ്റെ പോർഷനാണ്. ഇതിൻ്റെ ഇടയിൽ നോൺ മെറ്റൽസും വരും. ഓക്കെ, E² ടൈപ്പ്. അപ്പോൾ ഇത് ഇത്രയും മെറ്റലോയിഡ്സ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഈ മെറ്റലോയിഡ് പീരീഡ് 2 ആൻഡ് ഇൻ പീരീഡ് 3. പീരീഡ് 2ലും പീരീഡ് 3ലുള്ള 2 മെറ്റലോയിഡ് പറയാനാണ്. അപ്പോൾ പീരീഡ് 2, പീരീഡ് 3 നമുക്ക് ഇവിടെ നോക്കാം. പീരീഡ് 2, പീരീഡ് 3 അതിൽ നമുക്ക് ബോറോൺ മെറ്റലോയിഡാണ്, സിലിക്കൺ മെറ്റലോയിഡാണ്. അപ്പോൾ നമുക്ക് അത് രണ്ടും എഴുതാം. ഗൈസ്, അപ്പോൾ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം മെറ്റലോയിഡ് ഏതാണ്. ഇത് ബ്രൗൺ കളർ വരുന്ന എല്ലാ മെറ്റലോയിഡാണ്. അതിനുശേഷം ഇത്രയും നോബിൾ ഗ്യാസിന് മുമ്പ് വരെയുള്ള എല്ലാം നോൺ മെറ്റലാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വിചാരിക്കുന്നു. ഈ ബ്രൗൺ കളറിൽ കൊടുത്തതിന് എല്ലാം മെറ്റലോയിഡാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി വരുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ ഷെൽസ് ഇൻ എലമെൻറ്റ് ഓഫ് പീരീഡ് 1, പീരീഡ് 2 ആൻഡ് പീരീഡ് 3. ഓക്കെ, ഓരോ പീരീഡിലുള്ളതും സെയിം ആയിരിക്കും. ഇലക്ട്രോൺ ഷെൽസ് എല്ലാ പീരീഡിലുള്ളതും സെയിം ആയിരിക്കും. അപ്പോൾ പീരീഡ് 1ലുള്ളത് 1 ആയിരിക്കും, പീരീഡ് 2ലുള്ളത് 2 ആയിരിക്കും, പീരീഡ് 3ലുള്ളത് 3 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. എല്ലാ പീരീഡിലും ഇങ്ങനെ ഓരോ സെല്ലേക്ക് കൂടി പോകും. അടുത്തത് വാലൻസി ഓഫ് എലമെൻറ്റ്സ് ഇൻ ഗ്രൂപ്പ് 1, അത് 1 ആണ്. The group whose elements have 0 valency വരുന്നത് നോബിൾ ഗ്യാസിന് 18,
ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽ ഇൻ പീരീഡ് 3 അത് മെഗ്നീഷ്യമാണ്. ദി നോൺ മെറ്റൽ എലമെന്റ് പ്രസന്റ് ഇൻ പീരീഡ് 3 അണ്ടർസ്റ്റാൻഡ് സൾഫർ ആൻഡ് ക്ലോറിൻ. പീരീഡ് 3 വരുന്നത് നമുക്ക് പീരീഡ് 3 നോക്കാം. നോൺ മെറ്റൽ പീരീഡ് 3 എന്നുള്ളത് ഇപ്പോൾ നോൺ മെറ്റൽ ഈ സെക്ഷനിലാണ് ഇത് തൊട്ട്. അപ്പോൾ ഇതിൽ സൾഫറും ക്ലോറിനും അല്ലാതെ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫോസ്ഫറസ് നമുക്ക് പീരിയഡ് ടേബിൾ അറിയാമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻസ് ആണ്. എ നോൺ മെറ്റൽ ഇൻ പീരിയഡ് 2 ഹാവിംഗ് ഇലക്ട്രോൺ 2 സിസ്റ്റേഴ്സ് ഓക്സിജൻ. അതായത് നിങ്ങൾക്ക് പീരിയോഡിക് ഈ ഇലക്ട്രോണിക് കോൺസെൻട്രേഷൻ വെച്ച് റിപ്പോർട്ട് ചെയ്താൽ ഇലക്ട്രോ ആൻഡ് കോമ്പൗണ്ട് ഫോം ബിറ്റ്വീൻ ആൽക്കലി മെറ്റൽ ആൻഡ് ഹാലജൻ. ഇതിൽ ആൽക്കലി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പുണ്ട്. അതിൽ നമുക്ക് സോഡിയം എടുക്കാം, ഹാലജനിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആകും, അത് എഴുതിയാൽ മതി. എ കോവാലന്റ് കോമ്പൗണ്ട് ഫോം ബിറ്റ്വീൻ എലമെന്റ് പീരീഡ് 1 ആൻഡ് ഹാലജൻ. പീരീഡ് 1 നമുക്ക് ഹൈഡ്രജൻ ഉണ്ട്, ഹാലജനിൽ ക്ലോറിൻ ഉണ്ട്. അപ്പോൾ ഇതിൽ കോവാലന്റ് കോമ്പൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് എഴുതാം. അടുത്തത് ആൻ ആൽക്കലൈൻ മെറ്റൽ ഇൻ പീരീഡ് 3 വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ ഗിവിംഗ് എ സ്ട്രോങ് ആൽക്കലൈൻ സോഡിയം. എ മെറ്റൽ ഇൻ പീരീഡ് 3 ഹാവിംഗ് വാലൻസി 3. അടുത്തത് പീരീഡ് 3 വരുന്ന വാലൻസി 3 വരുന്ന എലമെന്റ് അലുമിനിയം ആണ്. ഓക്കെ, അപ്പോൾ ആ വാലൻസി നോക്കി നിങ്ങൾക്ക് എഴുതാം. അതെല്ലാം എളുപ്പമാണ്. ബ്രിഡ്ജ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 3 ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനും ഏതെങ്കിലും ഒരു എലമെന്റിനെ 3 ഗ്രൂപ്പിൽ വരുന്ന 3 എലമെന്റ്സിന് ഒരേ പ്രോപ്പർട്ടീസ് കാണും. അതിനെയാണ് ബ്രിഡ്ജ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പീരീഡിലും സെക്കൻഡ് പീരീഡിലും 13th പീരീഡിലും വരുന്ന 3 ബ്രിഡ്ജ് എലമെന്റ്സ് പറയാനാണ്. അപ്പോൾ നൈട്രജൻ ഫസ്റ്റ് ഗ്രൂപ്പിൽ, മെഗ്നീഷ്യം സെക്കൻഡ് ഗ്രൂപ്പിൽ, അലുമിനിയം 13th ഗ്രൂപ്പിൽ. ഇവർ 3 പേർക്കും സെയിം പ്രോപ്പർട്ടീസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു ദി പീരീഡ് വിച്ച് കണ്ടെയ്ൻ ദി ഇൻട്രാക്ഷൻ എലമെൻറ്റ്സ്. അത് 6 and 7 ആണ്. ദി ഫോർമുല ഓഫ് ദി ഹൈഡ്രോക്സൈഡ് ഓഫ് എലമെന്റ് ഹാവ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിയാൽ മതി. അപ്പോൾ മെഗ്നീഷ്യം വരും. എന്നിട്ട് ഹൈഡ്രോക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ MgOH ചോയ്സ് അത് നിങ്ങൾക്ക് എളുപ്പമായിട്ട് എഴുതാം, ക്വസ്റ്റ്യൻ വായിച്ച് എഴുതാമെന്നുള്ളത്. ദി വാലൻസ് ഓഫ് ദി എലമെന്റ് ഇൻ പീരീഡ് 3 ഹാവ് അറ്റോമിക് നമ്പർ 17. അത് ക്ലോറിൻ, അറ്റോമിക് നമ്പർ നോക്കി എഴുതാം. എ നോൺ മെറ്റൽ ഇൻ പീരീഡ് 2 വിച്ച് ഇസ് എ ടെട്രാ കാർബൺ. അപ്പോൾ നമ്മൾ ഫുള്ള് 20 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മുടെ പീരിയഡ് ടേബിളിനെ പറ്റി. പിന്നെ നമുക്ക് പീരിയഡ് ടേബിൾ ആദ്യം പഠിക്കുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഡീറ്റെയിൽസും പീരിയഡ് ടേബിളിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇനി ഒരു വീഡിയോയും കൂടി ഇടുന്നതായിരിക്കും, നമ്മുടെ സയൻറ്റിസ്റ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ള ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ